ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, ഏറെ ഹൃദയഭേദകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ 5-6 ദിവസങ്ങളായി നമ്മൾ കടന്നു പോകുന്നത്. വയനാട് ജില്ലയിൽ സംഭവിച്ച ഉരുൾപൊട്ടൽ അടുത്ത കാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്ത സങ്കടകരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഏകദേശം 360 പേരോളം ആളുകളുടെ ജീവൻ പൊലിഞ്ഞ, എല്ലാം നഷ്ടപ്പെട്ട ജീവിതങ്ങളും ഒരു പ്രദേശമാകെ ഇല്ലാതായി തീർന്ന അതിൻ്റെ ശൂന്യതയുമൊക്കെ നമ്മുടെ മനസ്സിനെ ഏറെ മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ട സമയമാണ്. ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായ അവസരമാണ്. വികാര നിർഭരമായിട്ടല്ല, വിവേകത്തോടെ ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് കഴിയണം. ദുരന്തം അനുഭവിക്കുന്നവരെ ആ കൈത്താങ്ങലോടുകൂടെ സഹായിക്കുവാനായും അവരെ ചേർത്ത് പിടിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. കേവലം വയനാടിന് മാത്രം സംഭവിച്ച ദുരന്തമായിട്ടല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനേറ്റ ഒരു വലിയ ആഘാതമായി ഇതിനെ കണ്ട് ജാതിമതഭേദമന്യേ കൈകോർക്കേണ്ട സമയമാണ്. വയനാട്ടിൽ സർവ ജനങ്ങളും ഒത്തൊരുമിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ചുമതലക്കാരും എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന സംഘടനകളുടെയും അംഗങ്ങളും ഇതിൽ കയ്യുമ്മയും മറന്ന് ഈ ജനതയുടെ സംരക്ഷണം എന്നുള്ളതിനെ ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാം നഷ്ടപ്പെട്ട ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി 5 കോടി രൂപയുടെ പദ്ധതിയുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ മുന്നിട്ടിറങ്ങുകയാണ്. നമ്മുടെ ആലോചന സമിതിയോടും സഭയുടെ പ്രകൃതി ദുരന്ത നിവാരണ സമിതിയുടെ പ്രസിഡന്റ് അഭിവന്യ ഏബ്രഹാം സെറാഫീം മെത്രാപ്പൊലീത്തായോടും കൂടി ആലോചിച്ചാണ് നാം ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട നാനാജാതി മതസ്ഥർക്ക് കൈത്താങ്ങലുമായി സർക്കാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും നിർവഹിക്കുന്ന സഹായ പദ്ധതികൾക്കൊപ്പം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്കും നമ്മുടേതായ കൈത്താങ്ങൽ നൽകുവാൻ ബാധ്യതയുണ്ട് എന്ന് നാം നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. വ്യക്തികളും ഇടവകളും പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് ചേർന്ന് ഇക്കാര്യത്തിനായി യത്നിക്കണം. ഒരു ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് പൂർണ്ണമായോ ഭാഗികമായോ സഹായിക്കുവാൻ നാം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദേവാലയങ്ങളിലും പ്രസ്ഥാനങ്ങളിലും സമിതികളുമായി കൂടിയാലോചിച്ച് ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം കൈക്കൊണ്ട് എത്രയും വേഗം നമ്മെ അറിയിക്കണം. ദുരിതത്തിൻ്റെ കയത്തിലാണ്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മെ കൊണ്ടാവും വിധം ആശ്വാസത്തിൻ്റെ കരം നീട്ടുവാൻ നമുക്ക് ഒരുമിച്ച് നിലകൊള്ളാം. ഒരു ഭവനത്തിന് 10 ലക്ഷം രൂപയെങ്കിലും ചിലവുണ്ടാകും എന്നാണ് നാം കരുതുന്നത്. അങ്ങനെ 50 വീടുകൾ വെച്ചു കൊടുക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. ഇതിനോടകം പല പള്ളികളും വ്യക്തികളും ഇതിലേക്ക് ഓരോ വീടുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കൂടാതെ പല വ്യക്തികളും ഭാഗികമായി ഈ ഫണ്ടിലേക്ക് അയച്ചു തരികയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനുപരി എല്ലാം നഷ്ടപ്പെട്ടതായ ആളുകൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഏതാനും പേർ മലബാർ പ്രദേശത്ത് വീടുകൾ വയ്ക്കുവാനുള്ള സ്ഥലങ്ങളും നമുക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം മലങ്കര സഭാ മക്കൾ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഉണർന്നു പ്രവർത്തിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്.
ഇതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. ദൈവമക്കളുടെ ഈ ദുരന്ത അവസ്ഥയിൽ അവരെ നെഞ്ചോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ദൈവം അവർക്ക് ആശ്വാസം നൽകട്ടെ. വാങ്ങിപ്പോയ ആളുകൾ അവർക്ക് നിത്യാത്മശാന്തി നേരുന്നു. ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് എല്ലാം ദൈവം സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സമൂഹത്തോടൊപ്പം മലങ്കര സഭയും നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ളതായ ആ വലിയ സന്ദേശം നിങ്ങളോട് അറിയിച്ചുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവിധ ഭാവി ഐശ്വര്യങ്ങളും നിങ്ങൾക്കേവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏറ്റവും ശക്തമായി തീരുവാനുള്ള എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മോടുകൂടെ ഉണ്ട്.